ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ് കേട്ടോ. 7ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു മോഡൽ ആയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ, എങ്ങനെയൊക്കെ നിങ്ങൾ ഉത്തരങ്ങൾ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ പാഠം ഒന്നും കൂടി, ആ ലെസൺ ഒന്നും കൂടി പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം, ഇഫ് 2⁵3 × 2⁴ = 2⁻n, then the value of n is, n-ന്റെ വാല്യൂ കാണണം. എക്സ്പോണൻസിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലേ. 2⁻3 2⁻4 തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2നെ കോമൺ ആയി ഇട്ടിട്ട് ഈ 3നെയും 4നെയും കൂടി ആഡ് ചെയ്യുക. 3 + 4 ചെയ്യുക. അപ്പം നമുക്ക് ഉത്തരമായിട്ട് എന്തെന്ന് വരും? 2⁻7. നമുക്ക് n-ന്റെ വാല്യൂ ആണ് ചോദിച്ചത്, ഈ മേലെ തന്നിരിക്കുന്ന ആളുടെ വാല്യൂ. സോ ആൻസർ 7. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദ ഫോളോയിങ് കോഷൻസ് ആണ്. ഇത് നോക്കൂ, 1440/120 ആണ്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2ൻ്റെയും ആദ്യം കാണുക. 1440/120 ആണ്. നമുക്ക് ഈ 00 അങ്ങോട്ട് ആദ്യമേ കളയാം. എന്നിട്ട് 144ൻ്റെ എന്ത് കണ്ടുപിടിക്കുക? LCM കാണുക. അപ്പോൾ LCM കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെന്ന് വരുന്നറിയോ? ഇതുപോലെ വരും. ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം. 144ന് LCM കാണുമ്പോൾ നമുക്ക് ആദ്യം 2 ഇട്ട് ചെയ്യുക. അപ്പോൾ 7 2s are, again 2 വെച്ച് ചെയ്യുക, 36 വരും. again 2 വെച്ച് ചെയ്യുക, 18 വരും. again നമുക്ക് 3 വെച്ച് ചെയ്യാം, 6 വരും. So 1 2 3 18ന് 2 വെച്ച് ചെയ്യാം കേട്ടോ. 9 വരും. ഓക്കെ, 3 വരും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ 2 എത്ര 2 വരുന്നുണ്ട്? 1 2 3 4 വരുന്നുണ്ട്. 2⁴ഉം 3⁻2ഉം വരും. ഇനി 120 12ന് നമുക്ക് ഇതുപോലെ ചെയ്യാം. 12 ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 2⁻2 × 3⁻1 എന്ന് വരും അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ കാണാൻ എന്താ ചെയ്യുക? 2 എത്ര എണ്ണമാണ് നോക്കുക. 2⁴ഉം മേലെ വരുന്നത് കേട്ടോ. 2⁴ × 3⁻2 ആണ് മേലെ വരിക. അടിയിൽ 2⁻2 × 3⁻1 വരും. സോ നമുക്ക് 4 - 2, ഈ ബൈ വന്നു കഴിഞ്ഞാൽ 2⁻2 എന്ത് ചെയ്യുക? 4 - 2 ചെയ്യുക. അപ്പോൾ 2 വരും. ഇൻറ്റു 3⁻1 വരും. അപ്പോൾ എന്ത് വരും? 2ൻ്റെ സ്ക്വയർ 4, 4 × 3 12 എന്ന് ഉത്തരം വരും. ഇതൊരു മെത്തേഡാണ് കേട്ടോ. ഈ ബോക്സിലുള്ളത് നിങ്ങൾ എഴുതണമെന്നില്ല, ഞാൻ ഈ ചെയ്തു തന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അടുത്തത് ഇതുപോലെ 7 29 27 നമുക്ക് ചെയ്യണം. ആദ്യം ഇതുപോലെ 729ന് നമ്മൾ എന്ത് ചെയ്യുക? LCM കാണുക. അപ്പോൾ നമുക്ക് 3⁻6 കിട്ടും. 729ൻ്റെ 3⁻6ഉം 27ൻ്റെ 3ൻ്റെ ക്യൂബും. ഇനി നമ്മൾ ഈ ബൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണത്? 3 എഴുതുക. ഈ 6ഉം ഈ മേലത്തെ 3യും തമ്മിൽ മൈനസ് ചെയ്യുക. 3⁻6 - 3 ചെയ്യുക. അപ്പോൾ 3⁻3 വരും. 3ൻ്റെ ക്യൂബ് 27. അടുത്തത് റൈറ്റ് ഈച്ച് നമ്പർ ബിലോ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ് ആണ്. അപ്പോൾ തന്നിരിക്കുന്നതിന് ഡിഫറെൻറ്റ് പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം. 18⁻2നും 30⁻2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 18² ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക കേട്ടോ. അതേപോലെ തന്നെ 30² എഴുതുക. എന്നിട്ട് നമ്മൾ
കോമൺ ആയിട്ട് ദാ ഇതുപോലെ പ്രൈം നമ്പർ ആയിട്ട് ഇതിനെ എഴുതുക. ഇതാണ് ആൻസർ വരിക. നമുക്ക് ചെയ്യുമ്പോൾ 18ന് നമുക്ക് ദാ ഇതുപോലെ തന്നെയാണ് LCM കണ്ടിട്ട് തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. കണ്ടോ? 2⁻1 രണ്ടൊരെണ്ണം 3 രണ്ടെണ്ണം അത് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതിനൊരു സ്ക്വയർ ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് നോക്കൂ, 30നെ അതുപോലെ ചെയ്യുമ്പോൾ 2⁻1 × 3⁻1 × 5⁻1 ദി ഹോൾ സ്ക്വയർ അതും ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഇതാ ഇതുപോലെ എടുത്ത് എഴുതുക. 2⁻2 + 2 3⁻2 പ്ലസ് ചെയ്യുക കേട്ടോ. എന്നാൽ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഇതെല്ലാം പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ ആണ് 2⁻4 × 3⁻6 × 5⁻2. അടുത്തത് 20³ × 27⁻1. ഇതിന് ഇതുപോലെ LCM കണ്ടതിന് ശേഷം ഇതുപോലെ ചെയ്യുക. 2�6 × 5⁻3 × 3³ ആൻസർ വരും. The area of a square is 2�6 square units. Find its side length ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? 2�6 തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ലെങ്ത് കാണണം. ഓക്കെ, 2�6 ആണ് തന്നിരിക്കുന്നത്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ആണ്. അപ്പോൾ ഏരിയ കാണാനുള്ള ഫോം സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ 2�6 തന്നെയാണല്ലോ, അതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ കാണേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് സൈഡ് സ്ക്വയർ ഈക്വൽ ടു 2�6 ആണ് കേട്ടോ ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സൈഡ് എന്താണ്? നമുക്ക് 2�6 ഉണ്ട്, /2 ചെയ്യുക, പകുതി 2³ വരും. 2³ എന്താണ്? 8 വരും. therefore നമ്മൾ അതിൻ്റെ ലെങ്ത് ആയിട്ട് 8 യൂണിറ്റ് എഴുതുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് ആണ്. തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2ഉം ബ്രാക്കറ്റിൻ്റെ പുറത്ത് ഇതുപോലെ വന്നാൽ ഈ 2 × 3 ഇൻറ്റു ചെയ്യുക. അപ്പോൾ 6 അതാണ് കറക്റ്റായിട്ട് വരിക കേട്ടോ. പ്ലസ് ഒന്നും ചെയ്യരുത്, ഇൻറ്റു തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ 3, 2, 5 ഇത് തെറ്റാ. അതുപോലെ ഇതും തെറ്റാ, ഇതും തെറ്റാ. അപ്പോൾ ഇത് മാത്രമാണ് ശരി. ഇനി നെക്സ്റ്റ് സിംപ്ലിഫൈ ചെയ്യാനാണ്. 2⁻7 × 2³ / 2⁵. ഇത് ചെയ്യണത് എങ്ങനെയാ വെച്ചാൽ മേലെ ഇൻറ്റു ആണ് അല്ലേ. എക്സ്പോണൻസിൽ ഇൻറ്റു വന്നാൽ ഈ 7ഉം 3ഉം പ്ലസ് ചെയ്യുക. അപ്പോൾ 7 + 3 എന്താ വരിക? 2⁻10 വരും. ബൈ അടിയിൽ 2⁻5 വരിക. കണ്ടോ? ഇനി 2⁻10ഉം 5ഉം ചെയ്താൽ 10 - 5 ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2⁻5 വരും. 2⁵ വാല്യൂ ആണ് കേട്ടോ ഈ 32. അതായത് എങ്ങനെയാ വന്നു വെച്ചാൽ ഈ 2നെ 5 പ്രാവശ്യം എഴുതുക. 2 × 2 × 2 × 2 × 2. നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കൂ, മൾട്ടിപ്ലൈ ചെയ്യൂ. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32. അടുത്തത്, എ ബാക്ടീരിയ പോപ്പുലേഷൻ ഡബിൾസ് എവറി അവർ ഇഫ് ദ ഇനീഷ്യൽ കൗണ്ട് ഇസ് 2⁵. വാട്ട് വിൽ ബി ദ കൗണ്ട് ആഫ്റ്റർ അവേഴ്സ്. അപ്പോൾ ഓരോ മണിക്കൂറിലും ഡബിൾ ആവണു. 2⁵ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കൂടുതലാവും? ഇനീഷ്യലി 2⁵ ആണ്, ആഫ്റ്റർ 3 hours ആണ് കേട്ടോ. അതിവിടെ 3 ഉണ്ട്. 3 മണിക്കൂറിന് ശേഷം എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ആവണു, 3 മണിക്കൂറും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ 2⁸ കിട്ടും. 2നെ 8 പ്രാവശ്യം എഴുതിയിട്ട് നിങ്ങൾ ഇൻറ്റു ചെയ്താൽ ഈ 256 വരും കേട്ടോ. അടുത്തത്, ദ മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് കാൾഡ് സെൻട്രോയിഡ്. ദ സെൻട്രോ അപ്പോൾ ഇതിൽ നമുക്ക് ദ സെൻട്രോയിഡ് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1. The perpendicular bisectors of a triangle always meet at the centroid. Which of the above statements are true എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 and 2 കറക്റ്റ് ആണ് കേട്ടോ. ഇത് മീഡിയൻസ് ഉണ്ട്, 1ഉം 2ഉം കറക്റ്റാ. ഓപ്ഷൻ എ. Draw a triangle of sides 5, 6, 7 centimeters. Draw 3 different right triangles of the same area. ഇതുപോലെ വരയ്ക്കുക കേട്ടോ. 7, 5, 6. അപ്പോൾ ഏറ്റവും വലിയ ലെങ്ത് ആണ് ബേസിൽ വരിക. 5ഉം 6ഉം 7ഉം വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ദിസ് ഇസ് ദ റിക്വയർഡ് ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 5, 6, 7 centimeters.
അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് റീസൺ തന്നിട്ടുണ്ട് നമുക്ക്. സ്റ്റേറ്റ്മെന്റ് എന്താ? ഇഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ആർ മൾട്ടിപ്ലൈഡ് ബൈ ദ സെയിം നമ്പർ ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ടു ബ്രെഡ്ത്ത് റിമൈൻസ് ദ സെയിം. റീസൺ മൾട്ടിപ്ലൈയിങ് ഓർ ഡിവൈഡിങ് ബോത്ത് ടേംസ് ഓഫ് എ റേഷ്യോ ബൈ ദ സെയിം നോൺ സീറോ നമ്പർ ഡസ് നോട്ട് ചേഞ്ച് ദ റേഷ്യോ. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഫൈൻ വിച്ച് ഇസ് കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് സി ആണ് ആൻസർ വരിക. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതിൽ രണ്ടും ശരി തന്നെയാണ്, ആറ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അടുത്തത് ഇഫ് സൈഡ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 3:2 ആൻഡ് ഈച്ച് സൈഡ് ഇസ് ഡബിൾ ആസ് ദ ന്യൂ റേഷ്യോ ഓഫ് ദ സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്താണ് പുതിയ റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. പുതിയ റേഷ്യോ എന്ത് തന്നെ വരുള്ളൂ? 3:2 തന്നെയാണ് വരുള്ളൂ കേട്ടോ. അതിൻ്റെ റീസൺ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ റേഷ്യോ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 3നെ 2 വെച്ച് ചെയ്യുമ്പോൾ 6 വരും, 2നെ 2 വെച്ച് ചെയ്യുമ്പോൾ 4 വരും. എഗൈൻ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ വീണ്ടും എന്ത് വരും? 3:2 തന്നെ വരും. അടുത്തത് ഇൻ എ ക്ലാസ് ദ റേഷ്യോ ഓഫ് ഗേൾസ് ടു ബോയ്സ് ഇസ് 3:5. ഇഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ് ആർ 160 ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. അപ്പോൾ 3:3x 5x കൊടുക്കുക. ഗേൾസിന് 3x ബോയ്സിന് 5x കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ എന്താണ്? 3x 5x കൂട്ടുമ്പോൾ നമുക്ക് എന്താ വരിക? 160 വരും. 8x = 160 വരും. x is equal to 160/8 വരും. 20. അപ്പോൾ നമുക്ക് ഈ 20x വാല്യൂ ആണ്. ഇനി 3x ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. 3 × 20 എത്ര വരും? 60 വരും. അടുത്ത 5x ബോയ്സിൻ്റെ 5 × 20 അപ്പോൾ എന്ത് വരും? 100 വരും. അപ്പോൾ നമുക്ക് ഇവിടെ ബോയ്സിൻ്റെ നമ്പർ 100ഉം ഗേൾസിൻ്റെ നമ്പർ 60 വരും. ഇത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഡ്രിങ്ക് ഇസ് മെയ്ഡ് ബൈ മിക്സിംഗ് ജ്യൂസ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2. ഇഫ് 5 liters ഓഫ് ജ്യൂസ് ഈസ് യൂസ്ഡ് ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ആണ്. അപ്പം നമുക്ക് ജ്യൂസിൻ്റെയും വാട്ടറിൻ്റെയും 3:2 ആണ്. 15 ലിറ്റർ ജ്യൂസാണ് അല്ലേ. വാട്ടർ അപ്പം എന്താ? 2/3 × 15 ചെയ്യുക. അപ്പം നമ്മൾ ഈ 3ഉം 15ഉം ഇതാ ഇങ്ങനെ ക്യാൻസൽ ആവും. 2 × 5 10 ലിറ്റർ വരും. ദ ഫ്രാക്ഷൻ 7/20 എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റ് ഈസ് 7/20നെ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏതിനെയും പെർസെൻറ്റേജ് ആക്കുമ്പോൾ × 100 ആണ് വരിക. 100 വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വരും ആൻസർ. %. A shopkeeper gave a discount of 20% on a shirt if the price of the shirt was 750. How much discount did the customer get? 750-ന് നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം 100ലാണ് എപ്പോഴും പെർസെൻറ്റേജ് പറയുക. ആ 20 കഴിച്ചിട്ട് 80 കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. 80 കാണുക. 75 × 8 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ശരിക്കും 600 റുപ്പീസ് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാൻ 750-ന്ന് ആ 600 കുറയ്ക്കുക. 150. അടുത്തത് a person who earns 45,000 rupees a month spends 10,500 rupees on rent. What percentage of their earnings does the spending represent? ഇപ്പോൾ ഒരാൾക്ക് 45,000 രൂപ ഏൺ ചെയ്യുന്നുണ്ട് ഒരാൾ മാസം. അതിൽ 10,500 രൂപ അയാൾ റെൻറ്റിന് കൊടുക്കുക. റെൻറ്റ് അയാളുടെ വാടക പോയാൽ ബാക്കി ആ ചിലവാക്കണ എമൗണ്ട് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദ്യം കേട്ടോ. 45,000-ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് 10,500 കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 10,500 × 100/45,000 കാണുക. നമുക്ക് ഈ 45-ഉം 1,050-ഉം ക്യാൻസൽ ചെയ്യാം 5യുടെ ടേബിളിൽ കേട്ടോ.
നമുക്ക് ഇതിൻ്റെ ആൻസർ പോയിന്റ് വരും കേട്ടോ. ട്വൻറ്റി ത്രീ 1/3 നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 23 ഇതുപോലെ നമുക്ക് വീണ്ടും പോയിന്റ് ഇട്ടിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. 23.33% അങ്ങനെയും നമുക്ക് ആൻസേഴ്സ് എഴുതാം. അടുത്തത് ക്വസ്റ്റ്യൻ 5. ഇൻ ദ ഫിഗർ ഷെയ്ഡഡ് പാർട്ട് റെപ്രസെന്റ്സ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫ്രാക്ഷൻസ്. See the statements Babu wrote related to this. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എത്ര പാർട്ടാണ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം. എന്താണ് വിച്ച് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആണ്. ഇവിടെ സി ആണ്, അതായത് 1 and 4 ആണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. 1 and 4 അതിൽ നമ്മൾ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയതാണ് ബിയും സിയും കേട്ടോ. ആക്ച്വലി നമ്മൾ 1ഉം 4ഉം കറക്റ്റ് ആണ്. ഇത് 1 ആണ്, ഇത് 4 ആണ്. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ട് വരിക. അടുത്തത് മാൻ ട്രാവൽസ് 1/4 കിലോമീറ്റേഴ്സ് ഇൻ 1 hour. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഈ ട്രാവൽഡ് ഇൻ 1/3 hours? അപ്പോൾ ഒരാൾ 1 മണിക്കൂറിൽ 2.25 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമെങ്കിൽ 1/3 അവേഴ്സിൽ അയാൾ എത്ര ട്രാവൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ 2 1/4 ഒന്ന് മാറ്റുക. 2 × 4 8, 8 + 1 9, 9/4 ആക്കി എഴുതുക. അതേപോലെ 2 1/3 എന്ന ടൈമിനെ ഒന്ന് മാറ്റി 7/3 ആക്കി എഴുതുക. എന്നിട്ട് 9/4 × 7/3 ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ ക്യാൻസലേഷൻ പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അതല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് 9 × 7 63, 4 × 3 12 ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ 5 1/4 വരും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 6 ആണ്. ദി ഡിവിഷൻ ഓപ്പറേഷൻസ് ഇൻ കോളം എ ആർ കണക്റ്റഡ് വിത്ത് ദ ഫ്രാക്ഷൻസ് ഇൻ കോളം ബി ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ ഈ ഫസ്റ്റ് 1 ആണ് കറക്റ്റ്. 1 എ ആണ്, 2 ബി ആണ്, 3 സി. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ഒന്ന് റീചെക്ക് ചെയ്യാം ശരി തന്നെ ആണോ എന്നുള്ളത്. ഇതിൽ നമുക്ക് 1.5 എന്നുള്ളതിനെ 1/2 മാറ്റുമ്പോൾ 2 × 1 2 + 1 3/2 വരും. 3/2 ഡിവൈഡഡ് ബൈ 3/4 അല്ലേ. നമുക്ക് ഈ ഡിവിഷനെ മാറ്റാം, ഇൻറ്റു ആക്കിയാൽ റെസിപ്രോക്കൽ ആവും കേട്ടോ. അതെങ്ങനെ വരുവേ. അപ്പം നമുക്ക് ആൻസർ 4/2 അല്ല, 4/3 അല്ല, 4/2 ആണ് വരേണ്ടത്. ഓക്കെ, 4/2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് തെറ്റാണ്. 4/2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആണ് ആൻസർ വരിക കേട്ടോ. അതായത് 1 സി ആണ്. ഇവർ തന്നിരിക്കുന്നത് തെറ്റാണ്. 1 സി ആ വരിക. അടുത്തത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തന്നിരിക്കുന്ന അടുത്ത് 2/3 1/2നെ നേരെ റെസിപ്രോക്കൽ ചെയ്ത് 2/1ലേക്ക് ഇടുക. 2 × 2 4/3. ഇതിനാണ് 4/3 ആൻസർ വരിക കേട്ടോ. ഇത് നേരെ 2 എയിലേക്ക് മാച്ച് ചെയ്യുക. അടുത്തത് 1/4 × 2 ആണ്. അപ്പോൾ 1/4 × 1/2 ചെയ്യുക. 1/8 ആൻസർ വരും. ഇതാണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതാ ചോദിച്ചാൽ 1 സി 2 എ 3 ബി. ഇതാണ് ഉത്തരം ഡി. അടുത്തത് we want to fill 4 1/4 liters of milk in identical bottles. A bottle can contain 3/4 liters milk. How many bottles will be there with full of milk? How many more liters of milk is needed to fill the bottle which is not completely filled? അപ്പോൾ നമുക്ക് 4.25 ലിറ്റർ മിൽക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫില്ല് ചെയ്യണം. ഒരു ബോട്ടിൽ 3/4 ലിറ്ററേ നിറയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര ബോട്ടിൽ വേണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം ഈ 4 1/4 നമുക്കൊരു ചേഞ്ച് വരുത്താം. 4 1/4 നമുക്ക് മാറ്റുമ്പോൾ 4 × 4 16 + 1 17. 17/4 ഡിവൈഡഡ് ബൈ 3/4 ആക്കുക. എന്നിട്ട് നമുക്കിതിനെ റെസിപ്രോക്കൽ ചെയ്യാൻ പറ്റും. 17/4 ഇൻറ്റു 4/3 ചെയ്യുക. അപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ആയ 17/3 മാത്രമാവും. അപ്പോൾ നമുക്ക് 5 2/3 എന്ന് വരും. ഇനി നമുക്ക് അപ്പോൾ ഇതിനൊന്ന് മാറ്റണം. 5 2/3നെ വീണ്ടും ചേഞ്ച് ചെയ്യുമ്പോൾ 5 2/3 3 × 5 15 + 2 17 ആണ്. 17/3 വന്നു. ഇനി നമുക്ക് അടുത്തത്
5 full bottles can be filled and there will be some milk left for the 6th. അപ്പോൾ 5 ഫുൾ ബോട്ടിലാവും, പിന്നെ കുറച്ച് ബാക്കി വരും അല്ലേ. അപ്പം നമ്മൾ 17/4 നിന്ന് 15/4 മൈനസ് ചെയ്താൽ അത് 1/2 ലിറ്റർ വരും. അപ്പോൾ ആ 6ാമത്തെ ബോട്ടിൽ 1/2 ലിറ്റർ നമ്മൾ നിറയ്ക്കും. എക്സ്ട്രാ മിൽക്ക് നീഡഡ് ടു ഫിൽ 6th ബോട്ടിലിൽ ബാക്കി വരുന്നത് 1/4 ലിറ്റർ ആയിരിക്കും. How many times of 1.5 is 5 എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം 3/2. നമ്പർ ഓഫ് ടൈംസ് വരുന്നത് 3 1/3 ആണ് കേട്ടോ. അടുത്തത് എ ബിഗ് വെസൽ കണ്ടെയ്ൻസ് 25 liters ഓഫ് വാട്ടർ ആൻഡ് എ സ്മോൾ വെസൽ കണ്ടെയ്ൻ 15 liters ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1 and 2 കറക്റ്റ് ആണ്. അടുത്തത് ഹൗ മെനി പീസസ് ഓഫ് 1.5 meters ലോങ് റോപ്പ് ക്യാൻ ബി കട്ട് ഓഫ് ഫ്രം 1/2 meters ലോങ് റോപ്പ്. 8.5 meter ലോങ് റോപ്പിൽ നിന്ന് എത്ര 1.5 meter നമുക്ക് മുറിച്ചെടുക്കാം. ബാക്കി കറക്റ്റായിട്ട് എത്ര മുറിക്കാം, ബാക്കി എത്ര വരുന്ന കണ്ടുപിടിക്കണം. ഇതാ നമുക്ക് ഈ 8.5 ആദ്യം നിങ്ങൾ പ്രോപ്പർ ആക്കി മാറ്റുക. ഇതാ ഈ 8ഉം 2ഉം ഗുണിക്കുക 16, 16ഉം ഈ 1ഉം ചെയ്യുമ്പോൾ 17/2 വരും. 1.5 meter വീണ്ടും മാറ്റുക. 2 × 1 2 + 1 3/2 വരും. 17/2 ഡിവൈഡഡ് ബൈ 3/2 ചെയ്യുക. അപ്പം നമ്മൾ ഇതിനെ ഈ ഡിവിഷൻ മാറ്റിയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് റെസിപ്രോക്കൽ ചെയ്യുക കേട്ടോ. 3/2നെ 2/3 എന്ന് എഴുതാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയുക. 17/3 എന്തായി മാറും? 5 2/3 ആയിട്ട് മാറും. ഇനി 5 ഫുൾ പീസസ് ഉണ്ട്, ബാക്കി ഒരു 2/3 കണ്ടോ. ഈ 2/3നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത് ഓഫ് 5 പീസസ് 5 × 3/2 ചെയ്യുക. അപ്പം നമുക്ക് 7.5 meter കിട്ടും. റിമൈനിങ് ലെങ്ത് 17/2 ന്ന് 15/2 മൈനസ് ചെയ്യുമ്പോൾ 2/2 1 meter റിമൈനിങ് വരും. അടുത്തത് എമംഗ് 2 numbers larger is 1 2/3 times smaller then what part of the large number is smaller? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതുപോലെയാണ് വരിക. ലാർജർ നമ്പർ 1.5 times സ്മോളർ. 1.5 പറയുന്നത് 5/3 ആണ്. ലാർജർ നമ്പർ ഈക്വൽ ടു 5/3 ഇൻറ്റു സ്മോളർ ചെയ്യുക. ദർഫോർ സ്മോളർ ഈക്വൽ ടു ലാർജർ ഇൻറ്റു 5/3. ലാർജർ ഡിവൈഡഡ് ബൈ 5/3 നമ്മൾ റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ ലാർജർ ഇൻറ്റു 3/5 വരും. സ്മോളർ നമ്പർ ഈസ് 3/5 പാർട്ട് ഓഫ് ദ ലാർജർ. അപ്പോൾ ഇത് കുറച്ച് സ്പീഡിലാണ് ഞാൻ പറഞ്ഞു പോയിരിക്കുന്നത്. ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് വരിക, ഏതൊക്കെ മോഡലാണ് വരിക എന്നറിയാൻ വേണ്ടിയാണ് ഈ ചോദ്യപേപ്പർ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചത് നോക്കിയിട്ട് നന്നായി പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു എക്സാം അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം എന്ന ബേസിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അധികം എക്സ്പ്ലനേഷൻ തരാതിരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായി പഠിച്ചിട്ട് പോകുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.